RECORD നമുക്കൊക്കെ അറിയാം. റെക്കോർഡ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ? നിൻ്റെ കയ്യിൽ വല്ല റെക്കോർഡുമുണ്ടോ? നിൻ്റെ കയ്യിൽ വല്ല രേഖയുമുണ്ടോ? നീ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? നീ ഇത് രേഖപ്പെടുത്തുന്നുണ്ടോ അഥവാ ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ രണ്ട് ഘട്ടത്തിലും ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. രേഖ എന്നുള്ളിടത്ത് ഇത് റെക്കോർഡാണെങ്കിൽ, രേഖപ്പെടുത്തുക, ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നിടത്ത് ഇത് റെക്കോർഡാണ്. റെക്കോർഡ്. റെക്കോർഡ് രേഖ, റെക്കോർഡ് രേഖപ്പെടുത്തുക. അടുത്തതാണ് കണ്ടക്റ്റ്. CONDUCT. കണ്ടക്റ്റ്. അതേപോലെ തന്നെ ഈ വാക്കിന് കോണ്ടാക്റ്റ് എന്നുള്ള അർത്ഥമുണ്ട്. കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ നടത്തുക. കണ്ടക്ടർ ഫംഗ്ഷൻ കണ്ടക്റ്റ് ചെയ്യുക, നടത്തുക. എന്നാൽ കോണ്ടാക്റ്റ് ആകുമ്പോൾ ഇത് സ്വഭാവമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പേടിയുള്ള സംഗതിയായിരുന്നു. ഒരാളുടെ കോണ്ടാക്റ്റ് സ്വഭാവം. പ്രസൻറ്റ് സിറ്റുവേഷൻ. പ്രസൻറ്റ് ഇപ്പോഴത്തെ. വാട്ട് ഇസ് എ പ്രസൻറ്റ് സിറ്റുവേഷൻ? അത് പ്രസൻ്റാണ്. എന്നാൽ സമ്മാനിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. അത് പ്രിസൻ്റാണ്. പ്രിൻസിപ്പൽ പ്രസൻറ്റഡ് ദ അവാർഡ്. പ്രസൻറ്റഡ് നൽകുക. വേർബ് വരുമ്പോൾ, അതായത് ക്രിയ വരുമ്പോൾ, നൽകുക എന്ന് പറയുമ്പോൾ അത് പ്രിസൻ്റാണ്. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ട്. നമുക്കറിയാം, ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യുക. ഇന്ത്യ ഇമ്പോർട്ട്സ് പെട്രോളിയം പ്രോഡക്ട്സ് ഫ്രം ഗൾഫ് കൺട്രീസ്. ശരിയാണ്. എന്നാൽ ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ എന്നുള്ളതിനും ഇതേ വാക്ക് തന്നെയാണ്. അവിടെ ഉച്ചാരണത്തിന് ഒരല്പം വ്യത്യാസമുണ്ട്. ഇമ്പോർട്ട്. എന്നുള്ള ശബ്ദത്തിനാണ് അവിടെ സ്ട്രെസ്. ദീസ് ആർ ദ ഇമ്പോർട്ട്സ് ഫ്രം ജർമ്മനി. ജർമ്മനിയിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കളാണ്.